നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. ഞാൻ റിജുരാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ലോകപാല സഭാഖ്യാന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നാരദമഹർഷിയോട് തൻ്റെ സഭയെക്കുറിച്ചിട്ട് അഭിപ്രായം ചോദിച്ച യുധിഷ്ഠിരനോട് പല തലങ്ങളിലുള്ള സഭകളെക്കുറിച്ചിട്ട്, പല ലോകങ്ങളിലുള്ള സഭകളെക്കുറിച്ചിട്ടുള്ള ആണ് നാരദമഹർഷി ഇവിടെ വിശദമായിട്ട് പറയുന്നത്. അപ്പം ഇന്ദ്രസഭയായിട്ടുള്ള അത് ദേവലോകത്താണ്. ദേവലോകം തന്നെയാണ് ഇന്ദ്രസഭ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ യമൻ്റെ സഭ, ധർമ്മരാജാവിൻ്റെ സഭ, അവിടെ പിതൃക്കളുടെ ലോകമാണ്. പിന്നെ വരുണൻ്റെ സഭ നാഗലോകമാണ്. പിന്നെയുള്ളത് കുബേരൻ്റെ സഭ യക്ഷഗന്ധർവാദികളുടെ ലോകമാണ്. അപ്പം ഈ ലോകങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പുരാണങ്ങളും ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലെ പിതൃലോകമാണ് മനുഷ്യർക്ക് പ്രാപ്യമായിട്ടുള്ളത്. കുറച്ചുകൂടി ഉയർന്ന തലത്തിലെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ദ്രലോകം വരെ പ്രാപ്തമാകുന്നുണ്ട് എന്നാണ്. അപ്പം നമ്മൾ ശരീരം വിട്ട് കഴിഞ്ഞാൽ പിതൃലോകത്തേക്ക് പോകുന്നു. നമ്മൾ എത്രത്തോളം പുണ്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ പുണ്യത്തിനനുസരിച്ച് പിതൃലോകത്ത് നമുക്ക് കഴിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അർഹത കിട്ടുന്ന പുണ്യം തീർന്നു കഴിയുമ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ, ഈ മനുഷ്യ ലോകത്തേക്ക് തന്നെ വരുന്നു എന്നൊക്കെയാണ് പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ പല പ്രാവശ്യം അങ്ങനെ പോയി വന്നിട്ടുണ്ടാവണം. എന്തായാലും പിതൃലോകത്തെക്കുറിച്ചിട്ടും ആ ലോകങ്ങളിലുള്ള പ്രത്യേകതകളെക്കുറിച്ചിട്ടുമൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനുഷ്യർക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. അതാണ് നമ്മുടെ മനുഷ്യലോകത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ അപ്പുറത്ത് ഉള്ള, അതുകൊണ്ട് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ലോകങ്ങളാണ് ബാക്കിയുള്ള ഈ ലോകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ ഈ ശരീരം വിട്ട് കഴിയുമ്പോഴും മാത്രമാണ് നമുക്ക് പിതൃലോകം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്ന സമയങ്ങളിലാണ് ഈ സഭകളൊക്കെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വർണ്ണനയാണ് നാരദമഹർഷി വളരെ വിശദമായിട്ട് തന്നെ യുധിഷ്ഠിരനോട് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തീർത്തത് വൈശ്രവണൻ്റെ സഭ അല്ലെങ്കിൽ കുബേരൻ്റെ സഭയെക്കുറിച്ചിട്ടാണ്. അതിനുശേഷം അദ്ദേഹം പറയാൻ പോകുന്നത് ബ്രഹ്മദേവൻ്റെ സഭയെക്കുറിച്ചിട്ടാണ്, ബ്രഹ്മസഭ. അതാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സഭ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നാരദ മഹർഷി അറിഞ്ഞത് അദ്ദേഹം യുധിഷ്ഠിരനോട് പറയുന്ന കഥ തുടരുകയാണ്. ഈ മഹാഭാരതം കഥ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം വൈശമ്പായനൻ ജന്മേജയനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം വൈശമ്പായനൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന സന്ദർഭങ്ങളിലെ കഥാപാത്രങ്ങളാണ് പിന്നെ അവിടെ കഥകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാരദ മഹർഷിയും കഥാപാത്രങ്ങളായിട്ടുള്ള നാരദ മഹർഷിയും യുധിഷ്ഠിരനും തമ്മിലുള്ള സംവാദമാണ് ഈ കഥയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം നാരദ മഹർഷി ബ്രഹ്മലോകത്തെക്കുറിച്ചിട്ട് പറയാണ്. അപ്പം ബ്രഹ്മലോകത്തെക്കുറിച്ചിട്ട് പറയാൻ ഉണ്ടായ സാഹചര്യം, ഒരു ദിവസം അദ്ദേഹം ഭൂമിയിൽ വെച്ചിട്ട് സൂര്യദേവനെ കാണാൻ വേണ്ടിയിട്ട് ഇടയായി. സൂര്യദേവൻ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യദേവനോട് ചോദിച്ചു, അങ്ങ് ഇവിടെ നിന്ന് വരികയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ബ്രഹ്മലോകത്തേക്ക് വരികയാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു ലോകമാണ്. അപ്പോൾ ആ ലോകം കാണാൻ വേണ്ടിയിട്ട് എനിക്കും വളരെ ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതെന്ന് നാരദ മഹർഷി സൂര്യദേവനോട് ചോദിച്ചു. അപ്പോൾ സൂര്യദേവൻ പറഞ്ഞു, അങ്ങ് 1000 കൊല്ലം തപസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ആ ബ്രഹ്മലോകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നാരദ മഹർഷി 1000 വർഷം തപസ് ചെയ്തു. 1000 വർഷത്തെ തപസ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഈ സൂര്യദേവൻ തന്നെ വന്നിട്ട് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ട് സത്യലോകത്തേക്ക് അല്ലെങ്കിൽ ബ്രഹ്മലോകത്തേക്ക്, ബ്രഹ്മസഭയിലേക്ക് പോയി എന്നാണ്. അവിടുത്തെ കാഴ്ചകളെ കുറിച്ചിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. അവിടെയുള്ള അന്തേവാസികളെ കുറിച്ചിട്ടും അവിടെ വന്നു പോകുന്നവരെ കുറിച്ചിട്ടും അവിടെ സ്ഥിരമായിട്ടുള്ളവരെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട്. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉള്ള സ്ഥലമാണ് സത്യലോകത്തെ ബ്രഹ്മസഭ. അപ്പം അത് ഇന്ന രീതിയിലാണ് എന്നുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. എപ്പോഴും അതിൻ്റെ രൂപങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവ് ഒരിക്കലും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൻ്റെ വിസ്തീർണം ഒരിക്കലും നമുക്ക് ഊഹിക്കാവുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ്. അതിൻ്റെ രൂപങ്ങളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ കൊണ്ടാണ് ആ സഭ മുഴുവനും തീർത്തിരിക്കുന്നതെന്നാണ്. തൂണുകളൊന്നുമില്ലാതെ ഇത്
ആ ശൂന്യതയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചന്ദ്രനെ കഴിഞ്ഞ് സൂര്യനെ കഴിഞ്ഞും അധികം തേജസ്സോടു കൂടിയിട്ട് സ്വയം പ്രകാശിക്കുന്നതാണ് ഈ സഭ എന്നാണ്. അപ്പം അവിടെ പ്രജാപതികൾ എല്ലാവരും തന്നെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ, ബ്രഹ്മാവിൻ ആദ്യം സൃഷ്ടിച്ച ദേവതകളും ആദ്യത്തെ ഋഷിമാരുമെല്ലാം അവിടെ തന്നെ വാസികളായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മൾ ആദ്യത്തെ ആ സൃഷ്ടിയുടെ കാര്യത്തിൽ ഇവരുടെയൊക്കെ പേരുകൾ പറഞ്ഞതാണ്. കശ്യപൻ, ഭൃഗു, അത്രി, വസിഷ്ഠൻ, അങ്കിരസ്, ഗൗതമൻ, പൗലസ്ത്യൻ, കൃതു, പ്രഹ്ലാദൻ, കർദമൻ, ബാലഖില്യന്മാര്, മരീചൻ, പിന്നെ അതോടൊപ്പം തന്നെ ഈ പ്രകൃതിയിൽ കാണുന്ന അന്തരീക്ഷം, മനസ്സ്, വിദ്യ, തേജസ്, വായു, ജലം, സ്പർശം, ശബ്ദം, രൂപം, രസം, ഗന്ധം, വികാരം, പ്രകൃതി, ഇതൊക്കെ അവിടെ ശരീരമെടുത്തിട്ട് ബ്രഹ്മദേവനെ ഈ സ്ഥലത്ത് ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അഗസ്ത്യൻ, മാർക്കണ്ഡേയൻ, ജമദഗ്നി, ഭരദ്വാജൻ, സമ്പർത്തൻ, ച്യവനൻ, ദുർവാസാവ്, ഋഷ്യശൃംഗൻ, സനൽകുമാരൻ, അസിതൻ, ദേവലൻ, ദേഹമെടുത്തിട്ടുള്ള ആയുർവേദം, നക്ഷത്രഗണങ്ങളോട് കൂടിയിട്ടുള്ള ചന്ദ്രൻ, ആദിത്യൻ, കൃതുക്കൾ, വായു, ഇതെല്ലാം രൂപം ശരീരമെടുത്തിട്ട് ഈ ലോകത്ത് ഈ സഭയിൽ ബ്രഹ്മദേവനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. പിന്നെ 4 വേദങ്ങൾ, സർവശാസ്ത്ര സമൂഹങ്ങൾ, ഉപദേശങ്ങൾ, ഭാഷ്യങ്ങൾ, തർക്കങ്ങൾ, അങ്ങനെയുള്ള എല്ലാ വിദ്യകളും, ഈ വിദ്യകളെല്ലാം രൂപമെടുത്തിട്ട് ശരീരമെടുത്തിട്ട് ആ സഭയിൽ ബ്രഹ്മദേവനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നാടകങ്ങൾ, എല്ലാ കലാരൂപങ്ങളും, നൃത്യാദികൾ, പിന്നെ കാലങ്ങൾ, കാലത്തിൻ്റെ കണക്കുകൾ, ദൂരത്തിൻ്റെ കണക്കുകൾ, ക്ഷണം, ലവം, മുഹൂർത്തം, പകൽ, രാവ്, 12 മാസങ്ങൾ, 5 ഋതുക്കൾ, 5 സംവത്സരങ്ങൾ, 4 യുഗങ്ങൾ, അഹോരാത്രങ്ങൾ, കാലചക്രം മുഴുവനും, ഇതെല്ലാം ശരീരമെടുത്തിട്ട് അവിടെ ഈ ബ്രഹ്മദേവന്റെ സഭയിൽ ബ്രഹ്മാവിനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതോടൊപ്പം ഞാൻ ദേവമാതാക്കളായിട്ടുള്ള ദിതി, അതിഥി, ധനു, സുരസ, വിനത, ഇര, കാളിക, സുരഭീദേവി, ഗൗതമി, പ്രഭ, കദ്രു തുടങ്ങിയവരെല്ലാവരും അവിടെ ബ്രഹ്മദേവനെ ഉപാസിച്ചുകൊണ്ട് ആ സഭയിലെ സ്ഥിരമായിട്ടുള്ള അംഗങ്ങളായിട്ട് തന്നെ അവിടെ ബ്രഹ്മദേവനെ ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പിതൃക്കള്, രാക്ഷസന്മാര്, പിശാചുക്കള്, ദാനവര്, നാഗങ്ങള്, പശുക്കള്, ദേവരാജാവായിട്ടുള്ള പുരന്തരൻ, വരുണൻ, യമൻ, ഉമ്മയോടുകൂടിയിട്ടുള്ള ഭഗവാൻ ശിവൻ, ഇവരെല്ലാവരും ഈ സഭയെ നിത്യവും സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. പിന്നെ ബ്രഹ്മചാരികളായിട്ടുള്ള 80,000 ഋഷികളും വിവാഹം കഴിച്ചിട്ടുള്ള 50,000 ഋഷിമാരും ഈ സഭയെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. പിന്നെ യാത്രക്കാരായി എത്തുന്ന അമരന്മാർ, ദൈത്യർ, ദ്വിജർ, യക്ഷഗന്ധർവ, രാക്ഷസന്മാർ, അപ്സരസുകൾ, ഇവരൊക്കെ ദിനംതോറും ഈ സഭയെ സന്ദർശിച്ചിട്ട് ബ്രഹ്മാവിനെ വണങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ ഗോമാതാവിൻ്റെ രൂപത്തിൽ ഭൂമിദേവിയും ഈ സഭയിലെ ഈ ബ്രഹ്മദേവനെ വണങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പം നാരദ മഹർഷി പറയാണ്, ഇതാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സഭ, ബ്രഹ്മസഭയാണ്. എന്നിട്ട് യുധിഷ്ഠിരനോട് പറയാണ്, യുധിഷ്ഠിര, ഈ മനുഷ്യലോകത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സഭ നിന്റെ സഭ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ആ സമയത്ത് യുധിഷ്ഠിരൻ വീണ്ടും അദ്ദേഹത്തിനോട് കേട്ട കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ദേവേന്ദ്ര സഭയിൽ ഹരിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യകുലത്തെ രാജാവ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ ഹരിചന്ദ്ര രാജാവിന് ദേവലോകത്തേക്കുള്ള പ്രാപ്തി ലഭിച്ചത്? അങ്ങതെനിക്ക് പറഞ്ഞു തരണം. അതിനോടൊപ്പം തന്നെ അങ്ങ് പിതൃലോകത്ത് വെച്ചിട്ട് എൻ്റെ അച്ഛനായിട്ടുള്ള പാണ്ഡുരാജാവിനെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. പാണ്ഡുരാജാവ് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സന്ദേശം പറഞ്ഞു തന്നിട്ടുണ്ടോ? അങ്ങ് അത് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരനോട് നാരദ മഹർഷി പറഞ്ഞു, ഇതിനെക്കുറിച്ചിട്ടെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാൻ ഹരിചന്ദ്രനെ കുറിച്ചിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ബലവാനായിട്ടുള്ള ഹരിചന്ദ്ര രാജാവ് സർവ രാജ്യങ്ങളെയും കീഴടക്കി അവരെല്ലാവരും ആ ലോകത്തുള്ള സർവ്വരാജാക്കന്മാരും ഹരിചന്ദ്രനെ വണങ്ങുന്ന ഒരവസ്ഥയിൽ എത്തിയെന്നാണ്.
ഇങ്ങനെ സർവ്വരാജാക്കന്മാരുടെയും ചക്രവർത്തിയായിട്ട് മാറിയ ആ രാജാവ് ആ സമയത്ത് മുഴുവൻ രാജാക്കന്മാരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു രാജസൂയം എന്ന് പറയുന്ന ഒരു മഹായജ്ഞം നടത്തി. ആ സമയത്ത് എല്ലാ രാജാക്കന്മാരും ദാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വധനവുമായിട്ട് ആ യജ്ഞഭൂമിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ദാനം ചോദിച്ച് വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും 5 ഇരട്ടിയായിട്ട് എത്രയാണോ ചോദിച്ചത് അതിന്റെ 5 ഇരട്ടി ധനം അദ്ദേഹം അവിടെ വിതരണം ചെയ്തു എന്നാണ്. അപ്പൊ രാജസൂയം വിജയകരമായി നടത്തി എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഹരിശ്ചന്ദ്ര രാജാവിന് ഇന്ദ്രസഭയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പം പോരിൽ പോരാടി പിന്തിരിയാതെ മരിച്ചവരും അതിനോടൊപ്പം തന്നെ മഹാതപസ് കൊണ്ട് ദേഹം വെടിഞ്ഞവരുമായിട്ടുള്ളവരൊക്കെ ഇന്ദ്രസഭയെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിന്റെ അച്ഛനായിട്ടുള്ള പാണ്ഡ്യരാജാവ് പിതൃസഭയിൽ വെച്ചിട്ട് എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജസൂയം നടത്തി ഹരിശ്ചന്ദ്ര രാജാവ് ഇന്ദ്രസഭ പ്രാപിച്ചു, അതുപോലെ തന്നെ യുധിഷ്ഠിരനും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തനാണ്. അങ്ങ് അതുകൊണ്ട് മനുഷ്യലോകത്ത് ചെന്ന് കഴിയുമ്പോൾ എൻ്റെ മകനായിട്ടുള്ള യുധിഷ്ഠിരനോട് ഈ രാജസൂയം നടത്താനും അങ്ങനെ എനിക്കും അവനും അവൻ്റെ സന്തതി പരമ്പരകൾക്കും അവൻ്റെ പരമ്പരയിൽപ്പെട്ട എല്ലാവർക്കും ഇന്ദ്രസഭയിലേക്കുള്ള ഒരു യോഗ്യത അവൻ രാജസൂയം നടത്തിയാൽ പറ്റും എന്നുള്ള കാര്യം അവനോട് പറയണം എന്ന് പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, ഈ രാജർഷിയായിട്ടുള്ള നാരദൻ അദ്ദേഹത്തിനോട് പറയാണ്, നീ ആ രാജസൂയം നടത്തണം. പക്ഷെ അത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല രാജസൂയം യജ്ഞം നടത്തുക എന്ന് പറയുന്നത്. അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മരാക്ഷസന്മാർ അതികഠിനമായിട്ട് നിന്നെ എതിർക്കും. അതിനോടൊപ്പം തന്നെ ക്ഷത്രിയനാശവും ഭൂമിനാശവും ഉള്ള യുദ്ധമുണ്ടാകും. അതുകൊണ്ട് എന്തും നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മനക്കരുത്തോടു കൂടിയിട്ട് വേണം നീ ഈ ഒരു രാജസൂയ യജ്ഞത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം യുധിഷ്ഠിരനെയും അഞ്ചന്മാരെ അനുഗ്രഹിച്ച് അവരോട് യാത്ര പറഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക് ദ്വാരകയിലേക്ക് യാത്രയായി. അപ്പം വൈശമ്പായനൻ പറയുകയാണ്, വൈശമ്പായനാണ് കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. നാരദ മഹർഷി പോയതിനു ശേഷം ഈ യുധിഷ്ഠിരൻ ഈ യജ്ഞം നടത്തുന്നതിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ഇരുന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ്. ഇതോടുകൂടിയിട്ട് ലോകപാല സഭാഖ്യാന പർവം എന്ന് പറയുന്ന ആ ഭാഗം അവസാനിക്കുകയാണ്. ഇനി നമ്മൾ രാജസൂയാരംഭ പർവം എന്ന് പറയുന്ന പുതിയൊരു ഉപാധ്യായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വൈശമ്പായനൻ പറയുകയാണ്, നാരദ മഹർഷി പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്വസ്ഥതയെല്ലാം നഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ തൻ്റെ അച്ഛനും തനിക്കും ഇന്ദ്രപ്രാപ്തി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്, തനിക്കും തൻ്റെ അഞ്ചന്മാർക്കും ഒക്കെ ഇന്ദ്രപ്രാപ്തി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ രാജസൂയ യജ്ഞം എന്ന് പറയുന്നത്. പക്ഷെ അത് നടത്തുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഈ ലോകത്തിലുള്ള മുഴുവൻ രാജാക്കന്മാരെയും തൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അതൊട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതാലോചിച്ചിട്ട് യുധിഷ്ഠിരൻ ഇത് നടത്തണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അസ്വസ്ഥത വന്നു. അങ്ങനെ ചിന്തിച്ച് അവസാനം ഈ യജ്ഞം നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം സ്വന്തം മനസ്സുകൊണ്ട് എത്തിയെന്നാണ്. അങ്ങനെ യുധിഷ്ഠിരൻ ധർമ്മഭരണം നടത്തുന്നത് മൂലം രാജ്യം മുഴുവനും അതിഭയങ്കരമായിട്ടുള്ള അഭിവൃദ്ധിയിലായിരുന്നു. ഇന്ദ്രപ്രസ്ഥം മുഴുവനും ഭയങ്കരമായിട്ട് അന്ന് കേൾവി കേൾക്കാൻ തുടങ്ങി ഇന്ദ്രപ്രസ്ഥം അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട്. അപ്പം ശത്രുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് യുധിഷ്ഠിര രാജാവ് ആ സമയത്ത് അജാതശത്രു എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. അടുത്ത അയൽ രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടായിരുന്നു നിന്നിരുന്നത്. അതോടൊപ്പം തന്നെ ഭീമന്റെ സംരക്ഷണം, അർജുനന്റെ ശത്രു സംഹാരം, സഹദേവന്റെ ധർമ്മവാക്കുകൾ, നകുലന്റെ വിനയം എന്നിവ കൊണ്ടൊക്കെ യുധിഷ്ഠിരന്റെ ഭരണം ഏറ്റവും ഉത്തമമായിട്ടാണ് തീർന്നിരുന്നതെന്നാണ്. അപ്പോൾ യുധിഷ്ഠിര രാജാവ് രാജ്യസഭയിൽ വന്നിട്ട് തൻ്റെ അനുജന്മാരോടും അതോടൊപ്പം തന്നെ മന്ത്രിപ്രമുഖന്മാരോടും ഒക്കെ ഈ രാജസൂയത്തെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. നാരദ മഹർഷി പറഞ്ഞ കാര്യവും ഉള്ളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം ചർച്ച ചെയ്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേ അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ മന്ത്രിമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അങ്ങ് ഏറ്റവും ഉത്തമനായിട്ടുള്ള രാജാവാണ്, അങ്ങേക്ക് ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ യോഗ്യതകളുമുണ്ട്, ഞങ്ങളെല്ലാവരും അങ്ങയോടൊപ്പം ഇതിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് അങ്ങയോടൊപ്പം ഉണ്ടാവണം, അങ്ങ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ ഒരു യജ്ഞത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം എന്ന് പറഞ്ഞ് രാജാവിന് അവരെല്ലാവരും കൂടി ധൈര്യം കൊടുത്തു. അപ്പം അദ്ദേഹത്തിൻ്റെ യോഗ്യതയിലെ ബാക്കിയുള്ള ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഇത്രയും മഹത്തായിട്ടുള്ളൊരു കാര്യം നടക്കുന്ന സമയത്ത് എപ്പോഴും ഇവരുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കൂട്ടത്തിൽ നിന്നിരുന്ന ഭഗവാൻ കൃഷ്ണനുമായിട്ട് ആലോചിക്കണമെന്ന് യുധിഷ്ഠിരൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഇന്ദ്രസേനൻ എന്ന് പറയുന്ന ഒരു ദൂതനെ അതിവേഗം പായുന്ന കുതിരകളെ കെട്ടിയ തേരില് ദ്വാരകയിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന ഉടനെ തന്നെ
കൃഷ്ണഭഗവാനെയും കൂട്ടിക്കൊണ്ട് ഇന്ദ്രസേനൻ തിരിച്ച് അവിടെ എത്തിയെന്നാണ്. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയതിനു ശേഷം ഭഗവാൻ കൃഷ്ണൻ എല്ലാവരുടെയും ഉപചാരങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി വളരെ സന്തുഷ്ടനായി. ആ സമയത്ത് യുധിഷ്ഠിരൻ ഈ ഒരു യജ്ഞത്തെക്കുറിച്ചിട്ട് ഭഗവാൻ കൃഷ്ണനോട് സംസാരിച്ചു. അപ്പം ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്, ഇത് വളരെ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, പക്ഷേ ഞാൻ ആദ്യം തന്നെ ഈ ക്ഷത്രിയകുലത്തിൻ്റെ ഒരു ചരിത്രം നിന്നോട് വളരെ ചെറുതായിട്ട് പറയാം എന്നാണ് പറയുന്നത്. പരശുരാമൻ 21 തവണ ക്ഷത്രിയന്മാരെ മുഴുവൻ വധിച്ച ശേഷം താവഴിക്കാണ് പിന്നെ ഈ ഒരു കാര്യം പൊക്കോണ്ടിരിക്കുന്നത്, നമ്മുടെ ക്ഷത്രിയകുലം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ക്ഷത്രിയരുടെ കുലശ്രേഷ്ഠന്മാരായിട്ടുള്ള 2 രാജാക്കന്മാരാണ് പിന്നെ ഐളൻ, ഇക്ഷ്വാകു എന്നിവരാണ് പിന്നെ വംശസ്ഥാപകരായിട്ട് വന്നത്. അവരുടെ കീഴിൽ 100 കുലങ്ങളായിട്ട് ക്ഷത്രിയവംശം പിരിഞ്ഞു വന്നു എന്നാണ്. പിന്നെ യയാതി എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, അദ്ദേഹം വന്നതിന് ശേഷമാണ് പിന്നീട് ഇവിടെ ഭോജരാജവംശം സ്ഥാപിച്ചത്. അപ്പോൾ ഭോജരാജവംശത്തിൽ ഒരുപാട് ശക്തരായിട്ടുള്ള രാജാക്കൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഇപ്പോഴത്തെ അവസ്ഥ, ഭഗവാൻ കൃഷ്ണൻ ഈ ഭൂമിയിലുള്ള മുഴുവൻ രാജാക്കന്മാരുടെയും ശക്തിക്ഷയങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയും വളരെ വിശദമായിട്ട് തന്നെ ഈ യുധിഷ്ഠിരന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ ആ സമയത്ത് അവർ രാഷ്ട്രീയം അറിഞ്ഞാൽ മാത്രമേ ആ ബാക്കിയുള്ളവരെയൊക്കെ കീഴടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ആ രാഷ്ട്രീയം പറയാണ് ജരാസന്ധൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായിട്ടുള്ള രാജാവുണ്ട്. അവന് ഈ കുലത്തിൻ്റെ മുഴുവൻ ഐശ്വര്യം നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മധ്യഭൂമി മുഴുവനും അവൻ്റെയും അവൻ്റെ കൂട്ടത്തിലുള്ള രാജാക്കന്മാരുടെയും അധീനതയിലാണ്. അപ്പോൾ അവനാണ് മഹാസാമ്രാജ്യത്തിന് ഇപ്പോഴ് അധിപൻ എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അത് സത്യം തന്നെയാണ്. അവനാണ് വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപൻ തന്നെയാണ്. മഹാശക്തനായിട്ടുള്ള ശിശുപാലൻ അവൻ്റെ സേനാനായകനായിട്ട് നിൽക്കുന്നു. അവന് ഈ ഒരു ജരാസന്ധനെ ഗുരുവിനെ പോലെ തന്നെ അത് ആരാധിച്ച് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മഹാബലവാനും മഹായോദ്ധാവും മഹായുദ്ധ വിദഗ്ധന്മാരുമായിട്ടുള്ള കാരുഷ രാജാവായിട്ടുള്ള വക്രൻ ജരാസന്ധന്റെ ആശ്രിതനാണ്. പിന്നെ അതിശക്തന്മാരായിട്ടുള്ള ദന്തവക്രൻ, മേഘവാഹനൻ, കരമൻ എന്നീ ശക്തരായിട്ടുള്ള രാജാക്കന്മാരും ഈ ജരാസന്ധനോടൊപ്പം ഉണ്ട്. ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായിട്ട് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന രത്നം തലയില് ശിരസിൽ അണിഞ്ഞവനും പടിഞ്ഞാറ് ഭാഗത്ത് വരുണനെ പോലെ പ്രതാപത്തോടു കൂടിയിട്ട് ജീവിക്കുന്നതും നിന്റെ അച്ഛനായിട്ടുള്ള പാണ്ഡുവിൻ്റെ ഏറ്റവും അടുത്ത മിത്രവുമായിട്ടുള്ള യവനരാജാവായിട്ടുള്ള ഭഗദത്തൻ വളരെ ശക്തനാണ് പടിഞ്ഞാറ് ദിക്കില്. ആ രാജാവ് നിന്നോട് പാണ്ഡുരാജാവിന്റെ മകൻ എന്നുള്ള രീതിയിൽ നിന്നോടൊരു ആഭിമുഖ്യമുണ്ടെങ്കിലും അവനും ഈ ജരാസന്ധന്റെ ആശ്രിതനാണ്. ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് അവനും ജരാസന്ധനോടൊപ്പം തന്നെ നിൽക്കുകയുള്ളൂ. പിന്നെ തെക്കും പടിഞ്ഞാറും രാജ്യങ്ങള് അവിടുത്തെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അമ്മാവനുമായിട്ടുള്ള പുരുജിത്ത് എന്ന് പറയുന്ന രാജാവ് മാത്രമാണ് ഇപ്പോൾ അങ്ങേക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു രാജാവ് എന്ന് പറയുന്നത്. ഞാന് കൊല്ലാതെ വിട്ടിട്ടുള്ള രാജാവായിട്ടുള്ള ചേതു രാജാവ് ആ ജരാസന്ധന്റെ കൂട്ടുകാരനാണ്. താനാണ് പുരുഷോത്തമൻ എന്ന് വിചാരിച്ചിട്ട് വിഷ്ണുവിന്റെ അവതാരമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന വിഡ്ഢിയായിട്ടും പക്ഷെ അതിശക്തനായിട്ടുമുള്ള ഒരു രാജാവുണ്ട്, പൗണ്ട്രക വാസുദേവൻ. അവൻ ജരാസന്ധന്റെ പക്ഷത്താണ്. അപ്പൊ ഭോജരാജ്യത്തിന്റെ ഒരു വലിയൊരു ഭാഗം തന്നെ, അതോടൊപ്പം തന്നെ പാഞ്ചാല രാജാക്കന്മാരും അതുപോലുള്ള ശക്തരായിട്ടുള്ള ഒരുപാട് രാജാക്കന്മാര് ഈ ജരാസന്ധന്റെ ഉപദ്രവം ഭയന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജരാസന്ധനാണിപ്പോൾ ഏറ്റവും ശക്തനായിട്ടുള്ള ഈ ഭൂമിയിലുള്ള ഒരു രാജാവെന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ആ സമയത്തെ രാഷ്ട്രീയം വളരെ വിശദമായിട്ട് തന്നെ ഈ രാജസൂയൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ബാക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.